ഗ്രീൻ പീസ് വെജിറ്റബിൾ കുറുമ. ഒരു തക്കാളി, ഒരു സവാള, 2 മീഡിയം ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, മല്ലിച്ചപ്പ്, ഗ്രീൻ പീസ് ഒരു 15 എണ്ണം, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒരു 8 എണ്ണം, കറിവേപ്പില, കോക്കനട്ട് മിൽക്ക്, മഞ്ഞൾ, ഗരം മസാല, ജീരകം പൊടി, കുരുമുളക് പൊടി. ഇനി നമുക്ക് ഉണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് വീഡിയോ കണ്ട് നോക്കാം. എല്ലാവർക്കും വെൽക്കം മൈ കിച്ചൻ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാല്ലാ. ഓക്കെ, ഇങ്ങനെ ഒരു ബോക്സ് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്ത വേസ്റ്റുകളൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ ആ രൂപത്തിലേക്ക് പാക്ക് ചെയ്യാൻ പറ്റും. വെളുത്തുള്ളി ഉലിക്കാൻ എല്ലാവർക്കും നല്ല മടിയാണ്, പ്രയാസമാണല്ലേ. വെളുത്തുള്ളി എടുക്കുക, അതിൻ്റെ സെൻറ്റർ ഇങ്ങനെ പൊളിക്കുക. സെൻറ്റർ ഇങ്ങനെ പൊളിച്ചു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പെട്ടെന്ന് ഇതിൻ്റെ തൊലി ഉലിക്കാൻ എളുപ്പത്തിൽ പറ്റും. വളരെ ഈസിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സവാള ഉലിക്കുമ്പോൾ, ക്ലീൻ ആക്കുമ്പോൾ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഇതിൻ്റെ നെട്ടുണ്ടല്ലോ അത് മാറ്റുക. എന്നിട്ട് ഇങ്ങനെ സെൻറ്റർ പൊളിക്കുക. സെൻറ്റർ പൊളിച്ചതിന് ശേഷം ഈ കോണ് ഇങ്ങനെ റിമൂവ് ചെയ്യുക. പെട്ടെന്ന് നമുക്ക് സവാള ക്ലീൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ന്യൂ ജനറേഷൻക്ക് അറിയാത്തതോടാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സവാള ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എളുപ്പമായിട്ട് പറ്റും ഗൈസ്. ഇതൊക്കെ മടിയുള്ളവരാണ്. ധാരാളം പേരും സവാള വെളുത്തുള്ളിലേക്ക് വിളിക്കാൻ മടിയുള്ളവരാണ്. കുക്ക് ചെയ്യാൻ മടിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ക്ലീൻ ചെയ്യണം, തൊലിക്കണം ഇല്ലേ. വളരെ ഈസിയാണ്. കണ്ടോ കലാസ്. എൻ്റെ വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് ഒലിച്ചു കഴിഞ്ഞു. ഇഞ്ചിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെ. ഇതുപോലെ ഒരു ബ്ലേഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ഇന്ത്യൻ്റെ ഇഞ്ചാണ്, ചെറിയ ഇഞ്ച്. നല്ല വിലയുണ്ട് ഇതിനോട്. സാധാരണ ഇഞ്ചിനേക്കാൾ നല്ല വിലയാണ് ഇതിന്. വെളുത്തുള്ളി ഇഞ്ചി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 8 ml ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പെരിഞ്ജീരകം, 4 ചുമന്ന മുളക്, പച്ചമുളക്, കറിവേപ്പില, അരിഞ്ഞു വെച്ച സവാള, നന്നായി മിക്സ് ചെയ്ത് ബ്രൗൺ കളർ ആവുന്നത് വരെ എടുത്തെടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ഇതിൽ ഉരുളക്കിഴങ്ങ് കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. 2 ചെറിയ ഉരുളക്കിഴങ്ങാണ്. സവാള വേവുന്നതോടൊപ്പം തന്നെ ഉരുളക്കിഴങ്ങും വേവും ക്യാരറ്റും കൂടെ ഇട്ട് കൊടുക്കാം. ഒരു വലിയ ക്യാരറ്റാണ്. ഇതിലൂടെ ഫ്രൈ ആക്കി എടുക്കാം. നമ്മൾ നന്നായി കുക്ക് ചെയ്യുക. നമുക്ക് നല്ല ഫ്രൈ, ആ ഒരു വെറൈറ്റി ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കുമ്പോൾ. അരക്കപ്പ് ഡ്രൈ ആയിട്ടുള്ള ഗ്രീൻ പീസ് 2 ദിവസം വെള്ളത്തിലിട്ടതാണ്. 2 days. മുളക് പൊട്ടിയിട്ടുണ്ട്, നോക്കി കണ്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊപ്പം നമുക്ക് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഓക്കെ, നല്ല
വെന്ത് വരട്ടെ. ഗ്രീൻ പീസും സവാളയും ക്യാരറ്റൊക്കെ. അതിനുശേഷം ബാക്കി ചേരുവകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂട്ടത്തിൽ വിട്ടുപോയതാട്ടോ, ഭയങ്കര നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ഒരു എന്താ പറയുക, യൂട്യൂബിലേക്ക് വ്ളോഗ് ചെയ്യുന്നതല്ലേ, പിന്നെ നമ്മുടെ നാട്ടിലല്ലല്ലോ, നമ്മുടെ കിച്ചണിലല്ലല്ലോ, അപ്പോൾ ഒരു ഡിപ്രഷൻ ടെൻഷനൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ വിട്ടുപോയതാണ്. വെളുത്തുള്ളി, ഇഞ്ചി ചതക്കിയത് ആദ്യം നമ്മൾ ഫ്രൈ ചെയ്യേണ്ടതായിരുന്നു, വെളിച്ചെണ്ണ ചെയ്തിട്ട്. കുഴപ്പമില്ല, ഇൻഷാല്ലാ അതൊക്കെ എല്ലാവരും ദുആ ചെയ്യട്ടോ. നാട്ടിലൊക്കെ വരാൻ നല്ല ആഗ്രഹമുണ്ട്. നാട്ടിലെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടെ നിന്നിട്ട് നമുക്ക് വലിയ ആദിയാണ്. ദുആ ചെയ്യാനല്ലാതെ നിവൃത്തിയില്ലല്ലോ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. അള്ളാഹു എല്ലാവരുടെയും പ്രാർത്ഥന സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഈ നിമിഷം ഞാൻ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്നു. തക്കാളി ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ ബീൻസ് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെയൊക്കെ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്ത് ഇളക്കി കൊടുക്കുക. തുറന്ന് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഒരു കപ്പ് വെള്ളം, 250 ml വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല ലോ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്പൈസസുകളൊക്കെ ആഡ് ചെയ്യാം. ഒരു സ്പൂൺ തന്നെ ഉണ്ടാവും മെഷർമെൻറ്റ്. 5 ml മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂണ്, പെരുംജീരകം കൂടി പൊടിച്ച സ്പൈസസ് ആണ് കേട്ടോ. 1 സ്പൂണ് കുരുമുളക് പൊടി, എല്ലാം ഒരേ സ്പൂൺ കേട്ടോ. നമുക്ക് യോജിപ്പിക്കാം. നോർമൽ സ്പൈസസ് ഉരുളക്കിഴങ്ങ് ഗ്രീൻസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു സ്പൂൺ ഉപ്പ്, ഈ മസാലയൊക്കെ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ച് നമുക്കൊരു 5 minutes കൂടെ വേവിക്കാം. കോക്കനട്ട് മിൽക്കാണ് 250 ml, 1 കപ്പ്. ഇങ്ങനെ ഇളക്കി കൊടുക്കാം. വാവ്, എന്താ മണം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. കുറുമയുടെ നല്ല മണം കേട്ടോ. നമ്മുടെ വെജിറ്റബിൾ കുറുമ
റെഡിയായി വരുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഒരു ലോ ഫ്ലെയിമിലായിട്ട് നമ്മൾ അങ്ങനെയാണ് പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ വേവിക്കാം ഒന്നും കൂടെ. ഇതിലേക്ക് നമുക്ക് മല്ലിയില, കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി. കേരള സൗത്ത് ആൻഡ് നോർത്ത് 2 കൂട്ടർക്കും കഴിക്കാം. അറബീസിനും കഴിക്കാം, ഇംഗ്ലീഷുകാർക്കും കഴിക്കാം, എല്ലാവർക്കും കഴിക്കാം. ട്രൈ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചോ. Okay, bye bye. Take care. Assalamualaikum warahmatullahi wabarakatuh.